ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സാരി കൊണ്ടുള്ള ഡോർമാറ്റാണ് ഇന്ന് ചെയ്യുന്നത്. റെക്റ്റാങ്കുലർ ഷേപ്പാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. 2 കളർ സാരി ഉപയോഗിച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് നോക്കാം. ഞാൻ 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിത് ജോയിൻ ചെയ്യുന്നത് 2 സ്ട്രിപ്പ് തങ്ങളിൽ ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ എൻഡ് വശം കുറച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം 2 കട്ട് വശവും കൂടെ ഹോളുള്ള 2 ഭാഗവും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം അടിയിലുള്ള സ്ട്രിപ്പിൻ്റെ എൻഡ് വശം എടുത്ത് മുകളിൽ കൂടി ആ 2 ഹോളിൽ കൂടിയും ചേർത്ത് താഴേക്ക് കൊണ്ടുവന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കായി ഞാൻ 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്നെസ് വേണമെങ്കിൽ 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ്. ശേഷം ഇത് നമ്മൾക്കൊന്ന് ചുറ്റി റൗണ്ട് രൂപത്തിലാക്കി കൊടുക്കണം. ഇത് സെറ്റർ ചെയ്യുന്ന നീഡിലാണ് ഉപയോഗിക്കുന്നത്. 2 ഒരേ നമ്പറാണ്. നീളമുള്ള നീഡിൽ നോക്കി എടുക്കണം. സെറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നീളമുള്ള തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു നോട്ട് ഇട്ടതിന് ശേഷം ഒരു കെട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നീഡിൽ കടത്തുക. ശേഷം നമ്മൾക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് നമ്മൾ ഫസ്റ്റ് കെട്ട് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. നമുക്ക് വലിയ അളവിൽ വേണമെങ്കിൽ വലുതായിട്ട് കൊടുക്കണം. ഞാൻ 54 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് കെട്ടിട്ട് കൊടുക്കുക ഫസ്റ്റ് നീഡിൽ. അപ്പോൾ ഞാൻ 54 ആണ് നോട്ട് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് ഫുള്ള് 54ഉം ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച് ഒരു തവണ ചെയ്തെടുക്കണം. ആ നീഡിൽ അതിൻ്റെ ഉള്ളിൽ കടത്തിയതിന് ശേഷം ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് ഓരോ തവണയും ഓരോ റിങ്ങിൽ കൂടിയും ചെയ്തെടുക്കണം. അങ്ങനെ ഫുള്ള് നമുക്ക് 54 റിങ് ഈ റൈറ്റ് ഹാൻഡിൽ നീഡിലാക്കണം. ശേഷം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോന്ന് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം ആ സ്ട്രിപ്പ് ഒന്ന് ചുറ്റിയതിന് ശേഷം ആ ചുറ്റുന്നതാണ് നമുക്ക് റൈറ്റ് നീഡിൽ കെട്ടായിട്ട് വരുന്നത്. എന്നിട്ട് ആ ലെഫ്റ്റ് നീഡിലെ അതിനോട് ചേർത്ത് വേണം എടുക്കാൻ. അപ്പോഴേ നമ്മൾക്ക് കെട്ടായിട്ട് വരുള്ളൂ. ഇങ്ങനെ ഫുള്ള് ചെയ്ത് നമ്മൾ റൈറ്റ് നീഡിലാക്കുക. ഇതിനേക്കായി നീളമുള്ളത് സൂചിയാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. അപ്പോൾ ഇത് 8 നമ്പറാണ്. അപ്പോൾ ഒരു തവണ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരെണ്ണം നീഡിൽ എടുക്കുക. എടുത്തതിന് ശേഷം ലെഫ്റ്റിലോട്ട് സ്ട്രിപ്പ് ചുറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്ത് തുടങ്ങിയാൽ മതിയാകും. നമ്മൾ സെക്കൻഡ് ലൈൻ മുതൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു റിങ് നമ്മൾ റൈറ്റ് നീഡിൽ എടുക്കുക. പിന്നീട് ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഓരോന്നും ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ നിറ്റിങ്ങിൻ്റെ വിശദമായ വീഡിയോ ചാനലിലുണ്ട്. ഫസ്റ്റ് ചെയ്യുന്നവർ അത് കണ്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. ഫുള്ള് നമ്മൾ റൈറ്റ് നീഡിലോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് 2 റിങ്ങും കൂടി ചെയ്യാനുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് വരെയും. അപ്പോൾ ആ നീഡിൽ റൈറ്റ് നീഡിൽ എടുത്തതിന് ശേഷം ഒന്ന് സ്ട്രിപ്പ് ലെഫ്റ്റ് സൈഡിലോട്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്ട്രിപ്പിൽ നമ്മൾ ആ 2 വിരൽ റൈറ്റ് ഹാൻഡിൽ 2 വിരൽ ചേർത്ത് പിടിക്കണം. എങ്കിലും നമുക്ക് ആ ചുറ്റുന്നതാണ് കെട്ടായിട്ട് നമുക്ക് റൈറ്റ് നീഡിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു കളർ ഉപയോഗിച്ച് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇത് 12 ലൈൻസാണ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കളർ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും 1 ഇഞ്ചിൻ്റെ തന്നെയാണ്. അത് ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയിട്ട്
കെട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അത് ആ ഗ്രീനിൻ്റെ സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കെട്ടാനുള്ള പാകത്തിന് ഉള്ള സ്പേസ് വിട്ടതിന് ശേഷം അത് നോർമൽ കെട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ കളർ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇനിയിപ്പോൾ ഈ റോസ് കളർ കൊടുത്തത് ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് തന്നെ ഈ 54 റിങ്ങും നമ്മൾ ഈ റോസ് കളർ ഉപയോഗിച്ച് തന്നെ ചെയ്തെടുക്കേണ്ടുന്നതാണ്. ഒരു ലൈൻ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മൾ അടുത്ത പീസ് കളർ ജോയിൻ ചെയ്തു. ഇനി നമ്മൾക്ക് ആ റൈറ്റ് നീഡിൽ കടത്തിയതിന് ശേഷം ആ പിങ്ക് ആ റോസ് സ്ട്രിപ്പ് ഉപയോഗിച്ച് തന്നെ ഫുള്ള് 54 റിങ്ങും ചെയ്തെടുക്കേണ്ടുന്നതാണ്. നമ്മൾ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു തവണ ഇങ്ങനെ ചെയ്യണം ഫുള്ള്. നെക്സ്റ്റ് ഫുള്ള് നമ്മൾ അവിടം വരെയും ചെയ്തെടുക്കുക, റൈറ്റ് നീഡിലാക്കുക. ഇപ്പോൾ ആ കളർ ഉപയോഗിച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ബാക്കായിട്ട് ഇത് ബാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലാണ് ഞാൻ കളർ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യുമ്പോഴും ആ റൈറ്റ് സൈഡിൽ തന്നെ വരണം. ഇല്ലെങ്കിൽ രണ്ട് സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്ത് ആ ഒരു ലൈൻ അങ്ങനെ കാണിക്കുന്ന ഒരു ഭംഗിയായിട്ട് തോന്നും. അതാണ്. ഇനി നമ്മൾക്ക് ഒരു റിങ് റൈറ്റ് നീഡിൽ എടുത്തിട്ട് നമ്മൾ ഗ്രീൻ സ്ട്രിപ്പ് ഉപയോഗിച്ച് നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് തന്നെ ഫുള്ള് ഒരു തവണ ചെയ്യണം. ആ 54 റിങ്ങും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞു. 54 റിങ് ഒരു തവണ ഒരു ലൈൻ നമ്മൾ ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒരെണ്ണം നമ്മൾ റൈറ്റ് നീഡിൽ എടുത്തതിന് ശേഷം ആ സ്ട്രിപ്പൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷമാണ് വീണ്ടും പഴയതുപോലെ തന്നെ ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് തന്നെ 54 റിങ്ങും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് വേണം നെക്സ്റ്റ് ലൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരെണ്ണം റൈറ്റ് നീഡിലാക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് റിങ് എല്ലാം ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് വിട്ടു പോകാതെ നമ്മൾക്ക് കെട്ട് കൊടുക്കണം. ഇപ്പോൾ കെട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതാണ്, ഫസ്റ്റ് നമ്മൾ ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് ഒരു റിങ് ചെയ്യുക. ശേഷം ആ റിങ്ങിനെ ലെഫ്റ്റ് ഹാൻഡിലെ നീഡിലാക്കുക. ആക്കിയതിന് ശേഷം വീണ്ടും ആ 2 റിങ്ങിനെയും കൂടെ ചേർത്ത് ഒരേ നീഡിലാക്കുക. എന്നിട്ട് സ്ട്രിപ്പ് ഒരു തവണ ചുറ്റിയതിന് ശേഷം നമുക്ക് റൈറ്റ് നീഡിലോട്ട് ആക്കുക. ഇതുവരെ നമ്മൾ ഓരോ റിങ് ഉപയോഗിച്ചാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾക്ക് 2 റിങ് ഒരേപോലെ എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓരോന്നും നമ്മൾ 2 എടുത്ത് ചെയ്യുമ്പോൾ ഒരെണ്ണമാണ് റൈറ്റ് നീഡിൽ നമ്മൾക്ക് വരുന്നത്. അങ്ങനെ ഓരോന്നും മൈനസായിട്ട് കെട്ടായിട്ട് വരുന്നുണ്ട്. ഒരു ചെയിൻ സ്റ്റിച്ച് മാതിരി തന്നെ നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ വാഷ് ചെയ്യുമ്പോഴൊന്നും വിട്ടുപോവില്ല. വീണ്ടും അത് ലെഫ്റ്റ് നീഡിലാക്കുക. ആക്കിയതിന് ശേഷം ഒരു റിങ്ങും കൂടി 2 റിങ് ചേർത്ത് നീഡിൽ കടത്തിയതിന് ശേഷം നമ്മൾ ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് ചെയ്തെടുക്കുക. ശേഷം ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും ലെഫ്റ്റ് നീഡിലാക്കുക. ശേഷം 2 റിങ് ഒരേപോലെ കടത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ സ്ട്രിപ്പ് നമ്മുടെ 2 വിരൽ ചേർത്ത് പിടിക്കണം. എങ്കിലേ നമ്മൾക്ക് ആ ചുറ്റുന്നതാണ് നമ്മൾക്ക് കെട്ടായിട്ട് റൈറ്റ് നീഡിൽ വരുന്നത്. അത് നമ്മൾ വിടരുത്. 2 ചേർത്ത് അങ്ങനെ പിടിച്ചോളണം, ആ സ്ട്രിപ്പ് വിടാതെ.
ആ സെൻറ്ററിൽ കൂടെയാണ് നമ്മൾക്ക് എടുക്കേണ്ടുന്നത്. ആ ലെഫ്റ്റ് നീഡിൻ്റെ അടിവശത്തൂടെ ചേർത്തെടുക്കണം. വീണ്ടും ലെഫ്റ്റ് നീഡിലാക്കുക. 2 എണ്ണം കൂടി ചേർത്ത് എടുത്തതിന് ശേഷം സ്ട്രിപ്പ് ഒന്ന് ചുറ്റിയിട്ട് ഇതേ രീതിയിലാണ് ഫുള്ള്. ഇപ്പം നമ്മൾക്ക് നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കെട്ടിട്ട് കഴിഞ്ഞു. ഇനി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സ്ട്രിപ്പ് കിടക്കുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഒരു റിങ്ങും കൂടി എടുത്ത് 2 റിങ്ങുകൾ കൂടി നീഡിൽ കടത്തി വീണ്ടും അത്. അപ്പോൾ നമുക്ക് റൈറ്റ് നീഡിൽ ഒരു റിങ് മാത്രമേ ഉള്ളൂ. അത് ലെഫ്റ്റ് നീഡിലാക്കിയിട്ട് വീണ്ടും 2ഉം കൂടി ചേർത്താണ് നമ്മൾ എടുക്കുന്നത്. വീണ്ടും അത് ലെഫ്റ്റ് നീഡിലാക്കുക. ഇങ്ങനെയാണിത് കെട്ടിടുന്നത് ഫിനിഷ് ചെയ്യുമ്പോൾ. ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊന്നും ഒരു കുഴപ്പവും വരില്ല. നമ്മൾ നല്ല എത്ര വർഷം വേണമെങ്കിലും നമ്മൾക്കിത് ഉപയോഗിക്കാം. നല്ല ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് കോട്ടണിൽ, ലെഗിൻസിൽ, സിന്തറ്റിക് സാരി എല്ലാം ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് അറ്റം കട്ട് ചെയ്തതിന് ശേഷം ആ റിങ്ങിൻ അതിൻ്റെ ആ ഉള്ളിൽ കൂടി എടുക്കുക. അപ്പോൾ അവിടെ നമ്മൾക്കൊരു കെട്ട് വീഴുന്നതാണ്. ഇത് നമ്മൾ ബാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗം എടുത്ത് കാണിക്കും. അത് നമ്മൾക്ക് ബാക്ക് സൈഡിലാക്കണം. എല്ലാം ഫ്രണ്ടിൽ നിന്നും പ്രസ് ചെയ്ത്. ഇതിപ്പോൾ ബാക്കാണ്. അത് തന്നെ ഇത്തിരി ഉള്ളിലോട്ടാക്കി കൊടുക്കണം. ഇത് ക്രോഷ്യ ഹൂക്കാണ്. ഹൂക്ക് കൊണ്ട് ഇത്തിരി ഉള്ളിലോട്ട് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോറി. അപ്പോൾ ഇതൊരു കോട്ടൺ നൈറ്റി ഉപയോഗിച്ച് ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെയാണ്. ഇത് ഓരോ കളറ് ഞാൻ സെൻറ്ററിൽ റോസ് കളർ മാത്രം 13 ലൈനാണ് ചെയ്തിട്ടുള്ളത്. പാരറ്റ് ഗ്രീന് 12 വീതമാണ് ചെയ്തിട്ടുള്ളത്. അത് ലാസ്റ്റ് നമ്മൾ കെട്ടിട്ടതാണ്. നല്ല നീറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമ്മൾക്കിത് ഉപയോഗിക്കാം. ഇതിപ്പം അത് ബാക്ക് സൈഡാണ്. അത് നമ്മൾ ആ കെട്ടിട്ടതെല്ലാം ബാക്ക് സൈഡിലാക്കണം. ഇതാണ് കളറ് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഈ ഒരു ലൈൻ നമ്മൾക്കിങ്ങനെ എടുത്ത് കാണിക്കും. അത് നമുക്ക് ബാക്കായിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രണ്ടും ബാക്കുമായിട്ട് ഇങ്ങനെ വരും. അതാണ് റൈറ്റ് സൈഡിൽ മാത്രമാണത് ജോയിൻ ചെയ്തെടുത്തത് ഞാൻ. അത് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, താങ്ക് യു.